UDF കനത്ത ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന 2001 ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായി. മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരനായിട്ട് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. സാഹിബിന് അന്ന് വ്യവസായ വകുപ്പ് കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പും കൂടി ആന്റണി സാറ് കനിഞ്ഞ് കൊടുത്തു. അഥവാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വകുപ്പും കൂടി ചോദിച്ചു വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കുക. കാരണം സാഹിബിന് അറിയാമായിരുന്നു ഈ വകുപ്പിൽ വലിയ പുരോഗതിക്ക്, വികസനത്തിന് സാധ്യതയുണ്ട്. വരും കാലം എന്ന് പറയുന്നത് IT-യുടെയാണ്. അതുകൊണ്ടാണ് പുള്ളി അത് വാങ്ങിച്ചത്. അങ്ങനെ അദ്ദേഹം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ശത്രുക്കൾ ഇദ്ദേഹത്തോട് മറ്റ് പല കാരണങ്ങളെല്ലാം അസൂയുള്ള ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ചില MLA-മാർ, അന്ന് മന്ത്രിയായിരുന്ന ഒരു പുങ്കവനടക്കം കുഞ്ഞാപ്പയോടുള്ള അസൂയ, വിദ്വേഷം സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി ഒരു കല്യാണക്കുറി അടിച്ചുണ്ടാക്കി എന്നുള്ളതാണ്. ആ സമയത്ത് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥ, IAS കാരിയാണ്. അവരും ആ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ സെക്രട്ടേറിയറ്റിൻ്റെ അശോക ഹാളിൽ വെച്ച് വിവാഹിതരാകുന്നു എന്നായിരുന്നു ഈ കല്യാണക്കുറിയുടെ ഉള്ളടക്കം. ഇത് രാജ്യത്ത് പല പ്രമുഖ വ്യക്തികൾക്ക് അയച്ചു. പ്രധാനമന്ത്രിക്ക് അയച്ചു, പ്രസിഡൻറ്റിന് അയച്ചു, വൈസ് പ്രസിഡൻറ്റിന് അയച്ചു, ലോക്സഭാ സ്പീക്കർക്ക് അയച്ചു. അന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഈ IT വകുപ്പിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം എടുത്തിരുന്ന ചന്ദ്രബാബു നായിഡുവിന് ഒരു അയച്ചു. ചന്ദ്രബാബു നായിഡു അതിന് വലിയൊരു കത്തൊക്കെ, അതിനൊരു മറുപടി കത്ത് വരാൻ നിവൃത്തിയില്ല. എന്നാലും മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും മംഗളാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് മറുപടി കത്ത് അയക്കുകയൊക്കെ ഉണ്ടായി. ഇതൊക്കെ അസൂയക്കാർ ചെയ്ത കാര്യമാണ്. അത് കഴിഞ്ഞ് 2004 ആന്റണി രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴും ഇദ്ദേഹത്തിനായിരുന്നു IT വകുപ്പ്. അപ്പോഴാണ് ഈ ഐസ്ക്രീം കേസ് പിന്നെ പൊങ്ങി വന്നത്. അന്ന് കോഴിക്കോട്ട് വെച്ച് മാധ്യമപ്രവർത്തകരും അതുപോലെ ലീഗുകാരും തമ്മിൽ അടിയുണ്ടായി. അപ്പോൾ മാധ്യമപ്രവർത്തകർ വിളിച്ചൊരു മുദ്രാവാക്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പെണ്ണ് പിടിക്കും കുഞ്ഞാലി, IT എന്നാൽ എന്താണ്, ഇമ്മോറൽ ട്രാഫിക്കാണോ എന്ന് വനിതകളടക്കമുള്ള മാധ്യമപ്രവർത്തകർ വിളിച്ചു. അപ്പോഴാണ് ഈ IT-ക്ക് അങ്ങനൊരു ദുരർത്ഥമുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ IT എന്നതിന് രണ്ടർത്ഥം സാധ്യമാണ്. ഒന്ന് ഇമ്മോറൽ ട്രാഫിക്ക്, മറ്റേ ഇൻഫർമേഷൻ ടെക്നോളജി. ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊവൈഡറായിട്ടുള്ള TCS അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇപ്പോൾ വലിയ വിവാദത്തിലും അപവാദത്തിലും മുങ്ങി നിൽക്കുകയാണ്. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേട്ടാൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്ത വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹൗസ് ഓഫ് ടാറ്റാസ് എന്ന് പറഞ്ഞാൽ അതിന് ഏത് കാലത്തും ഒരു വിലയുണ്ട്, ഒരു നിലയുണ്ട്, ഒരു അന്തസ്സുണ്ട്. അന്തസ്സ് വിട്ട ഒരു പ്രവൃത്തിയും ടാറ്റയുടെ ഗ്രൂപ്പിൽ നിന്നും ഒരിക്കലും ഉണ്ടാകുകയില്ല, ഉണ്ടാകാൻ അവർ അനുവദിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് വെറും ഇമ്മോറൽ ട്രാഫിക് അല്ല, അതിനേക്കാളൊക്കെ കടന്ന കാര്യങ്ങളാണ്. നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത സംഗതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മതപരിവർത്തന ശ്രമമുണ്ട്, ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്, തൊഴിലിടത്തെ ലൈംഗിക ചൂഷണമുണ്ട്, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ച് മഹാരാഷ്ട്ര ATS കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. 9 FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 7 പേരെ അറസ്റ്റ് ചെയ്തു. അവിടുത്തെ HR ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന നിദ ഖാൻ എന്ന് പറഞ്ഞ ഒരു ധീര വനിതയെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിക്കാനായിട്ട് മഹാരാഷ്ട്ര ATS വല വിരിച്ചു കഴിഞ്ഞു. ഇനി അവർ വലക്കകത്ത് കുടുങ്ങും, അത് വല പൊട്ടിച്ച് പറന്നു പോകും എന്നറിയില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലേഷ്യയിലിരിക്കുന്ന ഒരു മതപ്രബോധകനെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മലേഷ്യയിലായതുകൊണ്ട് പുള്ളിയെ പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇനി പിടിച്ചാൽ തന്നെ എന്ത് നടപടി എടുക്കാൻ പറ്റും എന്നുള്ള വേറെ ചോദ്യമാണ്. മതപ്രബോധനത്തിൻ്റെ മറവിൽ ഇതുപോലെയുള്ള കുൽസിത പ്രവൃത്തികളൊക്കെ ഇവർ ആളുകളെ ഉത്ബുദ്ധരാക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ടാറ്റ കൺസൾട്ടൻസി സർവീസ് പോലൊരു സ്ഥാപനത്തിൻ്റെ സൽപ്പേരിന് അതിഭയങ്കരമായ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. വടക്കേ ഇന്ത്യൻ ചാനലുകളും ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നിട്ട് കുറേ ദിവസമായി. നമ്മുടെ മലയാള മാപ്രകൾ അറിയാത്തതുകൊണ്ടല്ല, കേരളത്തിൻ്റെ വിഖ്യാതമായ പ്രബുദ്ധതയ്ക്ക് അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് പോറൽ പറ്റിയാലോ എന്ന് വിചാരിച്ച് ഇവരിങ്ങനെ നാണിച്ച് നഖം കടിച്ച് നിന്നാണ്. അപ്പോൾ ഷാജൻ സ്കറിയാണ് പിന്നെ ഇത് കേരളത്തിൽ ബ്രേക്ക് ചെയ്തത്. അതേ സമയത്ത് തന്നെ അതിൻ്റെ News 18 ചാനൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അവരാണ് ഇതിൽ വലിയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ വാർത്താ അവതാരകരൊക്കെ വളരെ ധാർമ്മിക രോഷത്തോട്ട് ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ, നടന്നാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാപ്രകളും അതേ തലത്തിൽ തന്നെ പിടിച്ചു.
അങ്ങനെ ന്യൂസ് 18 ചാനൽ ആദ്യം ബ്രേക്ക് ചെയ്തു, പിന്നെ ഏഷ്യാനെറ്റ്. ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല, ജനങ്ങളോട് എത്ര നാൾ ഇത് മറച്ചു വെക്കാൻ പറ്റും, മൂടി വെക്കാൻ പറ്റും എന്നറിയില്ല എന്ന് പറഞ്ഞ് അവരും രംഗത്തിറങ്ങി. അങ്ങനെയാണ് ഇത് സാമാന്യം ചർച്ച ചെയ്ത്. ഇത്ര ദിവസത്തേക്ക് ഇനിയിപ്പോൾ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന രീതിയിൽ മാതൃഭൂമി ചാനൽ ഏറ്റുപിടിച്ചു. മനോരമ ഇപ്പോഴും അങ്ങനെ ധാർമ്മികതയിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. ഈ വാർത്ത കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ കൊടുത്താൽ എന്തായിരിക്കും പ്രത്യാഘാതം എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു കടവിൽ അടുക്കട്ടെ എന്ന് കരുതി അവർ കാത്തു നിൽക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നു. മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ മനോരമ ഇത് ഏറ്റുപിടിക്കേണ്ടതായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സംഗതികളിങ്ങനെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് പിന്നെയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ ചെന്നാൽ അവസാനിക്കും? പോലീസ് അന്വേഷണത്തിൽ എന്ത് സത്യം തെളിയും? കുറ്റവാളികൾ രക്ഷപ്പെടുമോ അതോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഏതായാലും ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ പോലും മനുഷ്യർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണപാഠം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതേക്കുറിച്ച് ഹിന്ദുത്വ ശക്തികൾ വളരെ ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി, ഞങ്ങളിതൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ, നേരത്തെ കേരള സ്റ്റോറിയായിരുന്നു, ഇപ്പോൾ ഇത് ഓൾ ഇന്ത്യ സ്റ്റോറിയായിട്ട് മാറിയിരിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. അതേ സമയത്ത് മറുഭാഗത്ത് നിന്ന് കാതടപ്പിക്കുന്ന നിശബ്ദതയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുപ്പൂട്ടി ചർച്ച കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഖണ്ഡിതമായിട്ട് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പിന്നെ വന്നിട്ട് പോയിട്ടും ആകെയുള്ളത് നമ്മുടെ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സംഗതി ഒരിക്കലും സത്യമാകാൻ സാധ്യമില്ല എന്ന ഒരു നിലപാടുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പുരുഷാവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പുള്ളിക്ക് അഭിപ്രായമുണ്ട്. പുള്ളി ഇവിടുത്തെ ജോലി കഴിഞ്ഞ് കുറച്ച് ആളിന് മഹാരാഷ്ട്രയിൽ പോയിട്ട് നാസിക്കിലോ നാഗ്പൂരോ അല്ല ബോംബെയിലോ പോയിട്ട് അവിടെയുള്ള പോലീസുകാരെ ഉത്ബുദ്ധരാക്കുകയാണെങ്കിൽ നമുക്കും ഒരു സ്വൈര്യം ഉണ്ടാവും, പുള്ളിയുടെ കുടുംബത്തും ഒരു സ്വൈര്യം ഉണ്ടാവും, നാട്ടുകാർക്കൊരു ശല്യം ഒഴിയുകയും ചെയ്യും. മഹാരാഷ്ട്രയിലെ പുരുഷന്മാർക്ക് അത് വളരെ ഗുണകരമായിട്ട് ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും മഹാനായ രാഹുൽ ഈശ്വർ അധികം വൈകാതെ നാസിക്കിലേക്കോ നാഗ്പൂർക്കോ ഇനി ബോംബെയിലേക്കോ താമസം മാറ്റുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സബ്കോ സമ്മതി ദേ ഭഗവാൻ.